കൂട്ടുകാരെ, നമ്മൾ എന്തിനാ PSC പഠിക്കുന്നത്? നമുക്ക് നല്ലൊരു ജോലി വേണം. അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിനെ നന്നായി നോക്കണം. നമ്മൾ ആഗ്രഹിച്ചതുപോലെ നമുക്ക് ജീവിക്കണം എന്നതിന് വേണ്ടിയാണ് നമുക്ക് ഒരു ജോലി വേണ്ടത്. ഈ ജോലി എന്ന് പറഞ്ഞാൽ നമുക്ക് ആഗ്രഹിച്ച നേടുന്നതാണോ? അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നന്നായി പരിശ്രമിക്കണം. ഒരുപാട് വീഡിയോകളിൽ പറയുന്നുണ്ട്, സ്മാർട്ടായിട്ട് പഠിക്കൂ, സിമ്പിളായിട്ട് നേടൂ, അങ്ങനെയൊക്കെ പറയും. പക്ഷെ അതല്ല, അതിൻ്റെ മറുപുറമുണ്ട്. നമ്മൾ കഠിനാധ്വാനം എന്ന് പറയുന്നത് നമ്മൾ ഏതൊരു കാര്യത്തിലും നമ്മൾ ഏത് കാര്യം ചെയ്യുകയാണെങ്കിലും അതിൽ കഠിനാധ്വാനം കൊടുക്കണം. അതേപോലെ നമ്മൾ PSC പഠിക്കുകയാണെങ്കിലും അതിന് കഠിനാധ്വാനം കൊടുക്കണം. ആ കഠിനാധ്വാനിക്കണ സമയത്ത് നമ്മളതിനെ പ്രണയിച്ചുകൊണ്ട് കഠിനാധ്വാനം നടത്തുക. അപ്പോൾ തീർച്ചയായും അത് നമുക്ക് സംതൃപ്തിയേ ഉണ്ടാക്കുകയുള്ളൂ. ആ ഒരു നേട്ടം നമ്മൾ ആ ഒരു ജോലിയിൽ കയറുകയാണെങ്കിലും നമുക്ക് മനസ്സിന് ഭയങ്കര സംതൃപ്തി ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പ്രണയിക്കണം, നമ്മെ പ്രണയിക്കണം, അതുപോലെ തന്നെ നമ്മുടെ പുസ്തകത്തെ പ്രണയിക്കണം, പ്രകൃതിയെ പ്രണയിക്കണം. ഈ 3 കാര്യത്തിന് നമ്മൾ പ്രണയിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ജോലി കിട്ടിയാലും ജോലി കിട്ടിക്കഴിഞ്ഞാലും ജോലി കിട്ടുന്നത് വരെയാണെങ്കിലും നമുക്ക് ദൈവഭക്തി ഉണ്ടാവണം, ഈശ്വര വിശ്വാസം വേണം. എന്നെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഉയരങ്ങളിൽ നമുക്ക് എത്താൻ കഴിയുള്ളൂ. നമ്മളെ തളർത്താൻ ഒരുപാട് പേരുണ്ടാവും. അതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ചിലപ്പോൾ പ്രായമായിട്ട് PSC പഠിക്കാൻ വരുന്നവരുണ്ടാവും. അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? പ്രായമൊന്നും ഒരു കാര്യമല്ല. എല്ലാവരും ജോലി വാങ്ങുന്നത് എന്തിനാണ്? അത് വാർദ്ധക്യകാലം സുരക്ഷതയോടുകൂടി ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു ചിന്ത നമ്മൾ മനസ്സിൽ കാണുക. വാർദ്ധക്യകാലം നമുക്ക് എന്താണ്? സുരക്ഷതയോടെ ഇരിക്കണം. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോൾ കുറച്ച് കഷ്ടപ്പെടുക. ഒരു 3 വർഷം കഷ്ടപ്പെട്ടാലും നമുക്ക് നോക്കൂ, ഒരുപാട് വർഷങ്ങൾ നമ്മുടെ മുൻപിൽ കിടക്കുന്നുണ്ട്. അത് നമുക്ക് സന്തോഷകരമായി ജീവിക്കാൻ കഴിയും. നമ്മുടെ കുടുംബത്തോടു കൂടി നമുക്ക് വളരെ സന്തോഷത്തോടു കൂടി ഇരിക്കാൻ കഴിയും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നന്നായി പഠിക്കുക. ഞാനിവിടെ ലൈവ് ക്ലാസ്സൊക്കെ എടുക്കുന്നുണ്ട്. അതിലോട്ട് എല്ലാവരും വരിക, ലൈവ് ക്ലാസ് കാണുക. അതിന് ഞാൻ നന്നായിട്ട് കോഡുകളൊക്കെ ഇട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്തായാലും ആ ലൈവ് ക്ലാസ് കൊണ്ട് പ്രയോജനപ്പെടുന്ന ഒരു 5 പേരെങ്കിലും ഉണ്ടെങ്കിൽ അത് വളരെ എനിക്ക് മനസ്സിനൊരു സന്തോഷമാണ്. അപ്പോൾ നമ്മൾ പഠിക്കണം. നിങ്ങൾക്ക് ആ ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാം, വായിച്ച് പഠിക്കാം. മാത്സൊക്കെ എന്താണ്? എഴുതി പഠിക്കണം കേട്ടോ. ഒരു പ്രാവശ്യം കൊണ്ടൊന്നും നമുക്ക് മാത്സ് നമ്മുടെ മസ്തിഷ്കത്തിൽ നിൽക്കില്ല. കാരണം നമ്മൾ പ്രായമായി വരുന്ന ആളുകളാണ്. ഓരോ പ്രായം കൂടുന്നതിനനുസരിച്ച് എന്താണ്? നമ്മുടെ ഓർമ്മശക്തി, അതുപോലെ തന്നെ മസ്തിഷ്കത്തിൻ്റെ പവറെല്ലാം കുറഞ്ഞു വരും. അപ്പം നമ്മളതിന് കൂട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? അതായത് നിരന്തരമായിട്ട് നമ്മളൊരു കാര്യം ചെയ്യുമ്പോഴല്ലേ നമുക്ക് ആ കാര്യം സിമ്പിളായി മാറുള്ളൂ. ഇപ്പോൾ ഒരു അധ്യാപിക പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ അവർക്ക് ആ പഠിപ്പിക്കുന്ന ഇതിനോട് ഭയങ്കര ഒരു ഇഷ്ടവും വരും. അതുപോലെ തന്നെ അവർക്കത് മടുക്കില്ല. അതിലവർ ഭയങ്കര എക്സ്പീരിയൻസ്ഡും ആവില്ലേ, ഭയങ്കര അനുഭവ സമ്പത്തുള്ളവരായി മാറും. അതുപോലെയാണ് നമ്മൾ ഈ PSC പഠിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ PSCയുടെ ഹൃദയം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എവിടെയാണ് PSC ഏറ്റവും കൂടുതലായിട്ട് ചോദിക്കുന്ന ഭാഗങ്ങൾ, അതുപോലെ തന്നെ PSC നമ്മളെ തളർത്തുന്ന ഭാഗം എവിടെയാണ്, അതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളെപ്പോഴും ഒരു പോസിറ്റീവ് മൈൻഡായിട്ട് എടുക്കുക. നമുക്ക് എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും അതെല്ലാം നമ്മൾ മാറ്റി വയ്ക്കുക. നമ്മളെപ്പോഴും ഫുള്ള് നമ്മൾ PSC പഠിക്കുമ്പോൾ നമ്മൾ എൻഗേജ്ഡ് ആവുകയാണല്ലേ, അതിൽ മുഴുവൻ നമ്മൾ സമയം അതിൽ കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ആത്മാർത്ഥതയ്ക്ക് വേണ്ടി, നമ്മുടെ മനസ്സിൻ്റെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ എന്തിൽ കൊടുക്കുക? PSCയിൽ നമ്മൾ കൂടുതലും സമയം കൊടുക്കുക. അതായത് ഉറങ്ങാതെ ഇരുന്ന് പഠിക്കാൻ ഞാൻ പറയില്ല. ഉറക്കമൊക്കെ വേണം കേട്ടോ. ഉറക്കമില്ലെങ്കിൽ നമുക്ക് വയസ്സാം കാലത്ത് നമുക്ക് കിടപ്പിലാവും. അതും കൂടി നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ഉറക്കം കളഞ്ഞിട്ട് ഒരു പരിപാടിക്ക് നിങ്ങൾ നിൽക്കരുത്. ഉറക്കവും വേണം, അതുപോലെ തന്നെ നമ്മൾ പഠനവും വേണം. നമ്മൾ പഠിക്കേണ്ടതെന്നുള്ളത് ഉറപ്പ് വരുത്തുന്നത് എങ്ങനെയാ അറിയോ? ഒരു ദിവസം നമ്മൾ 1 മണിക്കൂർ പാഴാക്കാതെ ഇരിക്കുന്നതാണ് നമ്മൾ പഠിക്കുന്നു എന്നതിൻ്റെ സൂചന. അതുകൊണ്ട് എല്ലാവരും പഠിക്കണം. എല്ലാവരും റാങ്ക് ലിസ്റ്റിൽ വരണം. റാങ്ക് ലിസ്റ്റ് നമുക്കൊരു സ്വപ്നമാണ്. നമ്മളിങ്ങനെ ആ ജോലി, നമ്മുടെ ആ സർക്കാർ ടാഗൊക്കെ അണിഞ്ഞ് ജീവിക്കണത് അല്ലേ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.